വിനോദ് വരാൻ വൈകുന്നാ പറഞ്ഞേ. നമുക്കങ്ങ് കഴിച്ചു തുടങ്ങാം. സിസ്റ്ററെ, ഇതെന്താ ഡയറ്റാണോ അതോ സമയം കിട്ടിയില്ലേ? സമയം കിട്ടിയില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ ചപ്പാത്തി ആരോഗ്യത്തിന് നല്ലതല്ലേ? അത് ശരിയാ. എന്നാലേ സിസ്റ്റർ ഇതങ്ങ് കഴിച്ചോ. കഴിച്ചോ, നമുക്ക് ഷെയർ ചെയ്യാം. മൊത്തം കഴിച്ചോ. എന്നിട്ട് എങ്ങനെ ഉണ്ടെന്നൊന്ന് പറ. ഇതിപ്പോ ഒത്തിരി ഉണ്ടല്ലോ. എല്ലാം കഴിച്ചോ. ആ നിങ്ങൾ കഴിച്ചു തുടങ്ങിയ? വാടാ, ഞങ്ങളിപ്പോ തുടങ്ങിയുള്ളൂ. ഇരിക്കും. ഒന്നും പറയണ്ട ആശാനെ, രാവിലെ തൊട്ട് നിലത്ത് ഇരിക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഒന്ന് കഴിക്കാന്ന് പറഞ്ഞ് ഇറങ്ങാന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ആ 14 പേഷ്യന്റിന് ഇനിമ കൊടുക്കണം. ഞാൻ വൃത്തിയേടാക്കിയത് മൊത്തം വൃത്തിയാക്കി. സിസ്റ്റർ കഴിച്ചോ? അതൊന്നും മൈൻഡ് ആക്കണ്ട. ഇതെന്തൊരു ചപ്പാത്തി? എനിക്ക് വണ്ണം കൂടുന്നുണ്ടോ എന്നൊരു സംശയം. സംശയമല്ല, കൂടുന്നുണ്ട്. അപ്പോൾ ആഹാരമൊക്കെ ഒന്ന് കുറച്ച് ഇറച്ചി മീനൊക്കെ ഒന്ന് പരമാവധി ഒഴിവാക്കി പച്ചക്കറിയിലേക്ക് പോകാനാണ് തീരുമാനം. പച്ചക്കറി മാത്രം ആക്കിയിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ അങ്ങനെയാണെങ്കിൽ ഈ എരുമ, പശു, ആന അതൊക്കെ പക്കാ വെയിറ്റ് എറിയുന്നു. എന്നിട്ട് അത് മെലിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. എടാ, ആഹാരം കുറച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. വല്ലപ്പോഴും 2 റൗണ്ട് ഓടുവോ, കുറെ അരമണിക്കൂർ നീന്തുവോ ഒക്കെ ചെയ്യണം. അപ്പോൾ നെയ്യും കൊഴുപ്പൊക്കെ മാറി നല്ല മമ്മൂട്ടിയെ പോലെ സുന്ദരനാവും. ഇതൊക്കെ ചുമ്മാ പറയണ ആശാന്. അങ്ങനെയാണെങ്കിൽ ഈ തിമിംഗല കടലിൽ കിടക്കണത് അതെപ്പോഴും നീന്തിക്കൊണ്ടിരിക്കുകയല്ലേ, എന്നിട്ട് അത് മെലിഞ്ഞിട്ടാണ്. അത് ഈ തിമിംഗലം മെലിഞ്ഞാണ് നെത്തോലിയായിട്ട് മാറുന്നത്. ചുമ്മാ ചുമ്മാ എനിക്കറിയാം എന്നെ പറ്റിക്കാൻ പറയണമെന്ന്. നീ ഒന്ന് ട്രൈ ചേട്ടാ ഒന്ന് വന്നേ, അമ്പിളി വരണേ, പെട്ടെന്ന് വേണം. എന്തു പറ്റി? 23-ലെ പേഷ്യന്റ് വയലന്റാ, പിടിച്ചിട്ടാണേ നിക്കുന്നില്ല, ഭയങ്കര ബഹളം. പെട്ടെന്ന് വാ, വന്നിട്ട് കഴിക്കാം. വാ, പെട്ടെന്ന് വാ. അല്ല, നീ കഴിച്ചു. ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടോ വിളിക്കാം. സിസ്റ്റർ വാ. മീന് മക്കളെ മാറി മാറി. എന്റെ മോനെ ഒന്നുമില്ല. ഒന്നുമില്ലടാ. വന്നേ ചെല്ലു മക്കളെ. വന്നേ. എടാ പെട്ടെന്നാവട്ടെ, ഇതെങ്ങനെ നമുക്ക് പോകാൻ കുറേ പ്രാക്ടീസ് ചെയ്തേടാ. ഇവിടെ എത്തുമ്പോൾ ശരിയാണ്. ആ ഇവിടെ എത്തുമ്പോഴാണ് തെറ്റിപ്പോകുന്നത്. ലാസ്റ്റ് നമുക്ക് ഇവിടെ ഒന്നുകൂടെ നോക്കാം. ഇതെന്തുവാ മഹീൽ മഹാ? എന്തടി എല്ലാവരും ഉണ്ടല്ലോ. അത് മധുവൊഴുക്കും പേരാണ്. റീനെ നോക്കാരാ? നോക്കല്ലേ. അല്ല, ഈ വായി നോക്കി എങ്ങനെ അറിഞ്ഞാൽ നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യുവാന്ന്? എനിക്കറിഞ്ഞൂടാ, ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. കൂടാ ലോകതോൽവി ഉണ്ടല്ലോ. ഓഹോ, നോക്കരുതെന്ന് പറഞ്ഞിട്ട് നോക്കിയല്ലേ? ഞാൻ നോക്കിയൊന്നുമില്ല, കണ്ണൊന്നും മിനിച്ചപ്പോ കണ്ടതാ. അതെ, അവൻ നിന്നെ ഇന്ന് എന്തായാലും പ്രപ്പോസ് ചെയ്യും. നീ നോക്കിക്കോ. നീ കട്ടയ്ക്ക് റിജക്ട് ചെയ്തോ. അല്ല പിന്നെ പഠിക്കാൻ വന്നോ, പഠിച്ചിട്ട് പോണം. പറയുന്ന ആള് കൊള്ളാം. പ്രേമരോഗത്തിനെ ദിവസവും 3 നേരം മരുന്ന് കഴിക്കുന്ന ആളാ. ഒന്ന് പോടി. അതെ, അവനെ പിടിച്ചു നിർത്തിയിട്ട് അവന്റെ ചെപ്പ കുറ്റി നോക്കി 2 പൊട്ടിച്ചിട്ട് പറഞ്ഞാലോ ഇനി മേലാൻ എന്റെ പുറകെ നടക്കില്ലെന്ന്. ഇങ്ങോട്ട് തന്നെ നോക്കുന്നേ. ഞാൻ വേണ്ടണോ? പോയി സംസാരിക്കേ, അവസരം കളയാതെ. എടീ, ചുമ്മാ പറയാ, നിക്കടി. തനിക്ക് സംസ്കൃതം നല്ല വശമുണ്ടല്ലേ? സംസ്കൃതം വദനം രുചിരം ഹൃദയാന്തഹരം, മാതകഹാസം മാധവമാസം, മൗനാചരണം മദീനി സുമുഖി, അണയു സഖിനി കുവളയ നയനെ. ഇതിന്റെ അർത്ഥം എന്താ? എൻ്റെ അമ്മേ, എനിക്കറിയില്ല. ഇല്ല, ഒന്നും മനസ്സിലായില്ല. ആ ബെസ്റ്റ്. ഇതിന്ന് രാവിലെ തൻ്റെ ഫ്രണ്ട് എൻ്റെ കൈ തന്നിട്ട് ഓടിക്കളഞ്ഞ. ഇതാരാ എഴുതിയേ? ഇത് എഴുതിയത് യൂസഫ് അലി സാർ. പുള്ളിക്കാരൻ കാണുന്ന പോലെ ഒന്നല്ലേ? അറിയോ സാറിനെ? ആ മറ്റേ ടി വിയിലൊക്കെ കാണുന്ന ലുലുമോളുടെ ഓണർ അല്ലേ, ദുബായിലുള്ള? അയ്യോ, അതല്ല. അതല്ലേ? ഇത് യൂസഫ് അലി കേച്ചേരി സാർ. ആ അതൊക്കെ പോട്ടെ, ഇതിന്റെ അർത്ഥം എന്താ? അത് ഞാൻ പിന്നെ പറയാം. ആ ബെസ്റ്റ്. നല്ലൊരു ലവ് സോങ് കിട്ടിയപ്പം വെച്ചങ്ങ് കാച്ചിയല്ലേ? എന്താണെങ്കിലും എനിക്കിഷ്ടായി. വൈകിട്ട് ഫ്രീ ആണോ? എടീ, അവര് തമ്മിൽ സെറ്റായോ?
നമുക്ക് അവളെ വിളിച്ചോണ്ട് പോയാലോ? നമുക്കോ പറ്റുന്നില്ല. അല്ല, എനിക്കോ പറ്റുന്നില്ല. അവരെങ്കിലും എൻജോയ് ചെയ്യട്ടെ. എന്ന് വെച്ചാ എനിക്കാരോ ഉണ്ടെന്നല്ലേ? ഒന്ന് പോടി. താനെന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നൊക്കെ ഞാൻ കാണാറുണ്ട്. ആണോ? ഇത് എല്ലാരും നോക്കുന്നുണ്ട്. ഞാൻ പോട്ടെ. ഓ, പോവാണോ? പ്രാക്ടീസ് ആണോ? പിന്നല്ലാതെ. ബൈ. ആ സിസ്റ്ററെ, അമ്മൂമ്മയുടെ അടിയന്തരത്തിന് നമ്മളെയൊന്നും വിളിച്ചില്ല കേട്ടാ. അതിന് അപ്പൊ പിന്നെ എന്നെങ്കിലും വിളിക്കണേ. പോടെ ചേർക്കാം. ഓക്കെ, ഒരാവശ്യമില്ല. സിസ്റ്റർ, ഹലോ, 2 ദിവസമായിട്ട് കാണാനില്ലല്ലോ. ചെറിയൊരു പനിയുണ്ട്. എന്നിട്ട് ഡോക്ടറെ കാണിച്ചില്ലേ? ഇപ്പോഴത്തെ പനി സൂക്ഷിക്കണം സിസ്റ്റർ, വെച്ചോണ്ടിരിക്കല്ലേ. ഇപ്പം ചെറിയ ആശ്വാസമുണ്ട്. ശരി ശരി, ഞങ്ങൾ വൈകിട്ട് ഞാനും വിനോദും കൂടെ അങ്ങോട്ട് ഇറങ്ങാം. വിനോദ, ശരി. വിനോദേ, ഓ നമുക്ക് വൈകിട്ട് അമ്പളി സിസ്റ്ററിന്റെ വീട് വരെ ഒന്ന് പോണേ. അടുത്താണോ? 10 കിലോമീറ്റർ. 10 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ എത്ര വരും ആശാനെ? വിനോദേ, ചുമ്മാ 10 കിലോമീറ്റർ ശരിയാണ്. 100 മീറ്റർ എന്ന് പറയുമ്പോൾ 1 കിലോമീറ്റർ, 1000 മീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് 10 കിലോമീറ്റർ.